ആ ട്രസ്റ്റികളും ഉദ്യോഗസ്ഥന്മാരും അടങ്ങുന്ന സംഘത്തിലേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാൾ എങ്ങനെ വന്നു? ആര് കൊണ്ടുവന്നു? ഇവർ ഇൻവൈറ്റ് ചെയ്ത് വരുത്താതെ, ഇവർ ട്രസ്റ്റ് ചെയ്യാതെ, അല്ലെ ഇവർ വിശ്വാസത്തിലെടുക്കാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ചിത്രത്തിൽ വന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെ ഈ പാളികൾ കിട്ടി എന്ന് പരിശോധിക്കുമ്പോൾ അതിൻ്റെ പ്രതിസ്ഥാനത്ത് വരുന്നത് അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥന്മാരും മാത്രമായിരിക്കും. അത് വേറൊരാൾ കൊണ്ടുവന്ന് അവിടെ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. പുറത്തുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിവാദത്തിൻ്റെ പേരിൽ ഒരു പബ്ലിക്കിന്, അല്ലെങ്കിൽ ഒരു ഭക്തന്, ഈ സ്ഥാപനത്തിന് വെളിയിലുള്ള ഒരാളെ കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിക്കാൻ പറ്റില്ല. നിയമം അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി അന്നത്തെ ഭരണ സാരഥ്യമുള്ള ബോർഡ് പ്രസിഡന്റിനും അംഗങ്ങൾക്കും ആവും, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥന്മാരാകും. ഈ രണ്ട് കൂട്ടരും അറിയാതെ ഇങ്ങനൊരു പുതിയ പാർട്ടി ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ പഴുതില്ല.